ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് ഒരു ചിറ്റാറ്റ് വീഡിയോ ആണ്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. പെട്ടെന്ന് തോന്നി ഒരു വീഡിയോ ചെയ്യണമെന്ന്, അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇത് ചെയ്യാനുള്ളൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീസെൻ്റ്ലി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു വീഡിയോ. അത് കുറേ മുന്നേ ഇറങ്ങിയ ഒരു വീഡിയോ ആണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. ഒരാള് ഇരുന്നിട്ട് ഉദ്യോഗസ്ഥയായ ഭാര്യ എടുത്ത് ചോദിക്കുവാണ്, ഓക്കെ, നീ ഇതിന് 100 രൂപ എന്തിനാ ചെലവാക്കിയത്, തിങ്കളാഴ്ച ഒരു 200 രൂപ ചെലവാക്കിയല്ലോ, അത് എന്തിനാന്ന് ഇങ്ങനെ ഇരുന്ന് ചോദിക്കുവാണ്. അപ്പൊ പുള്ളിക്കാരി അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്, അത് ബസ് മിസ്സായി പോയി, ഓട്ടോ പിടിച്ചതിന്റെ പൈസയാണ്, അല്ലെങ്കിൽ ഓഫീസിലൊരു ഇതുണ്ടായിരുന്നു, പാർട്ടി ഉണ്ടായിരുന്നു, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്താണ്, ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താണെന്നൊക്കെ ഇങ്ങനെ എണ്ണി പറയാണ്. അപ്പൊ അതിന്റെ അവസാനം ഭർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ചെലവാണ്, അപ്പം നീ ഇനി നിന്റെ ATM ഇങ്ങെടുക്ക്, നിനക്ക് ഇനി ആവശ്യമുള്ള പൈസ ഞാൻ തന്നാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ATM കാർഡ് മേടിക്കാൻ നോക്കുന്നതും പുള്ളിക്കാരി അത് എതിർക്കുന്നതുമായിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ അതിനൊരു മെസ്സേജ് ആയിട്ട് പറയുന്നുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മൾ ചെലവാക്കാനും ഉള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലെങ്കിൽ അതൊരു ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു മെസ്സേജ് അവസാനിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആസ് യൂഷ്വൽ നമ്മൾ ഇതുപോലെ വളരെ കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഷെയർ ചെയ്യുന്ന പോലെ ഷെയർ ചെയ്താണ്. പക്ഷെ അതിൻ്റെ താഴെ ഒരാൾ വന്ന് കമന്റ് ചെയ്തത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി എനിക്ക് കേട്ടോ. അപ്പൊ അതിൽ പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇങ്ങനെ സ്വന്തമായിട്ട് പൈസ വേണമെന്ന് തീരുമാനിക്കുന്നത്? ഭാര്യയും ഭർത്താവും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവ് അറിഞ്ഞു കൊടുക്കണം എന്നൊരു ലൈനാണ് പുള്ളി അതിനകത്ത് ആദ്യം എഴുതിയിരുന്നത്. അപ്പൊ അതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് ഞാൻ ചോദിച്ചു, ഓക്കെ, എന്തിന്റെ ആവശ്യത്തിനാണ് ഭർത്താവ് കൊടുക്കേണ്ടത്? ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ അറിയാമെങ്കിൽ പുള്ളിക്കാരിയുടെ ഇതിൽ നിന്ന് എടുത്തോളുമല്ലോ, പിന്നെ എന്തിനാ ഭർത്താവ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അപ്പം പുള്ളി കൺവിൻസ്ഡ് അല്ല. പുള്ളി പറയുന്നത്, ഒരു കുടുംബമാകുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യണം, ഒന്നുപോലും അങ്ങനെ മറച്ചു വെക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഷെയർ ചെയ്ത് പോകണം, ഈവൻ എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്താണ് ഭാര്യയ്ക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഭർത്താവ് കൊടുക്കും, അത് അറിഞ്ഞ് കൂടുതൽ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ പിന്നെയും നമുക്ക് ഈ ചിലത് കാണുമ്പോൾ ഈ ചൊറിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാണ്ട് കമന്റ് ഇടണ്ടെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് കമന്റ് ഇടാൻ തോന്നും. അപ്പൊ ഞാൻ അതിന് പിന്നെ റെസ്പോണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ ഏൺ ചെയ്യുന്ന ഒരാളാണ്, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാനിപ്പോൾ വഴി കൂടെ പോകുമ്പോൾ എനിക്കൊരു ബാഗ് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നത്? എനിക്കിഷ്ടമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ആ ബാഗ് അങ്ങ് വാങ്ങിക്കുന്നില്ലേ? എന്തിനാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ആവശ്യം? അതേ, ഒരു ബാഗ് കണ്ടു, ഞാൻ വാങ്ങിച്ചോട്ടെ, അതിന് ഇത്രയും രൂപയാണ്, വാങ്ങിച്ചോട്ടെ, ചോദിക്കേണ്ട ആവശ്യം എന്തുവാ? ഞാൻ ഏൺ ചെയ്ത പൈസ എനിക്ക് ചിലവാക്കിക്കൂടെ? അപ്പൊ പുള്ളി പറയുന്നത് എന്തുവാ, അങ്ങനല്ല, ഭർത്താവിന് ചിലപ്പം അതിനേക്കാൾ മനോഹരവും ഇതിനേക്കാൾ വിലക്കുറവുമുള്ള ബാഗ് കിട്ടുന്ന സ്ഥലം അറിയായിരിക്കും, അതുകൊണ്ട് അതും ഭർത്താവിനോട് ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പുള്ളി റിപ്ലൈ ചെയ്തത്. അത് എനിക്ക് പിന്നെ അതിനകത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റാണ്ടായിപ്പോയി. കാരണം ഇത്രയും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ എന്തോ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി പറയുന്നത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്നാണ്. യെസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണം. പിന്നെ ഒരു കുടുംബത്തിന്റെ കാര്യമാകുമ്പം നമ്മളിപ്പം രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, രണ്ടുപേരും ഈക്വലി ഫാമിലിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിന് ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞാൻ ഇത്രയാണ് ഏൺ ചെയ്യുന്നത്, ഇത്രയും ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ഞാനാണ് നോക്കാൻ പോകുന്നത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവുമല്ലോ ആസ് പാർട്ട്നേഴ്സ്. അല്ലാണ്ട് ഒരു എമൗണ്ട് അല്ലെങ്കിൽ അല്ലാണ്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിക്കല്ലോ. ഇപ്പൊ ഭർത്താവ് വഴി കൂടെ പോകുന്നു, കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് തോന്നുന്നു, പുള്ളി കഴിക്കുന്നതിന് നമ്മുടെ അനുവാദം ചോദിക്കുന്നുണ്ടോ? അതായത് ഭാര്യയുടെ അനുവാദം ചോദിക്കുന്നുണ്ടോ? ഇല്ല. പുള്ളിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നുന്നു, ഭാര്യയുടെ അനുവാദം ചോദിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഭാര്യ ഏൺ ചെയ്യുന്ന എമൗണ്ട് വെച്ചിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് മേടിക്കാനോ സ്വന്തമായിട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കാനോ ബാഗ് വാങ്ങിക്കാനോ ഭർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം അത് ആ ഒറ്റ ഒരു ചോദ്യോത്തരം കമന്റ് ആൻഡ് റിപ്ലൈയിലാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം ഫീൽ ചെയ്തത്. അന്നേരം ഞാൻ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 10-15 വർഷം മുന്നേ ഒക്കെ തന്നെയാണ് ഞാൻ ഏൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഞാൻ എൻ്റെ എമൗണ്ട് എൻ്റെ സാലറി ഞാൻ കൊടുത്തോണ്ടിരുന്നത് എൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ എമൗണ്ട് ആണ്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് ചോദിക്കും. അപ്പം അത് കുറെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പം എനിക്ക് അച്ചാച്ചിക്ക് ആ പൈസയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സ്റ്റിൽ പുള്ളിക്കാരൻ അത് മേടിച്ച് കയ്യിലങ്ങ് വെക്കും. അപ്പൊ പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ക്യാഷ് ഇല്ല എന്നൊരു തോന്നലിൽ നിന്നാണ് പിന്നെ വൺസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കൊടുക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അന്നൊക്കെ നമുക്ക് സാലറി നമ്മുടെ കയ്യിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പെട്ടെന്ന് നമുക്ക് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും സാലറി ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതും അപ്പോഴാണ്. അപ്പം ഫസ്റ്റ് ടൈം നമുക്ക് എനിക്ക് തോന്നുന്നു കാനറ ബാങ്കിലാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും സാലറി ക്രെഡിറ്റ് ആവുന്നതും. അപ്പം ആ ടൈമിലും എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ട്, അപ്പോഴും എമൗണ്ട് കൂടിക്കൂടി വരികയാണ്, ധാരണയില്ലാത്തതുകൊണ്ട് എനിക്ക് ATM കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഞാൻ അന്നേരവും സാലറി വന്നിട്ടുണ്ട് അച്ചാച്ചി എനിക്ക് എടുത്തതാ എന്ന് പറഞ്ഞിട്ട് അച്ചാച്ചി തന്നെ പോയി ATM നിന്ന് പൈസ എടുത്ത് തരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ആവശ്യമുള്ള പൈസ മാത്രമേ തരത്തുള്ളൂ, ഫുൾ എമൗണ്ട് തരൂല. നമ്മൾ ചോദിച്ചാൽ തരും, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് സത്യം പറഞ്ഞാൽ എനിക്കത് എന്തുകൊണ്ടോ, കാരണം എൻ്റെ ചെലവുകളൊക്കെ നടക്കുന്നുണ്ട്, എൻ്റെ ദൂർത്തുകളും ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ അത് ശരിയല്ല എന്ന് അന്നൊരു തോന്നല്. പിന്നെ എനിക്കിതൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ല. പിന്നെ നമ്മൾ കാണുന്ന സിനിമ, സീരിയൽ, ഇതിലെല്ലാം ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ അവർ പറയുന്നതിനോടൊപ്പമാണ് എല്ലാ സ്ത്രീകളും ചിന്തിക്കുന്നതും പെരുമാറുന്നതും. അതിനപ്പുറം ആരും മാറി ചിന്തിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ കാണുന്നില്ല. അല്ല ഇതാണ് നമ്മുടെ ബൗണ്ടറി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഫുള്ള് നമ്മുടെ തന്നെയാണ്. അന്നേരവും ഒരു ഗിൽറ്റ് കിടപ്പുണ്ട്. ഇത്രയും നാൾ നമ്മളെ വളർത്തിയ ആളാണല്ലോ നമ്മുടെ അപ്പനും അമ്മയും, അപ്പം നമ്മൾ സമ്പാദിക്കുന്ന മൊത്തം ഞാൻ അവർക്കാണല്ലോ കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്തയും ഒക്കെ അന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് ചോദിക്കാനായിട്ട് തോന്നുന്നില്ല. പിന്നെയും കുറച്ച് നാൾക്ക് ശേഷം നമ്മുടെ കാനറ ബാങ്കിൽ നിന്ന് HDFC ബാങ്കിലേക്ക് നമുക്ക് അക്കൗണ്ട് സാലറി അക്കൗണ്ട് മാറ്റുവാണ്. ആ ടൈമിൽ എന്തോ എനിക്ക് എൻ്റെ ഇത് മാറിയതോ, അതായത് സാലറി ക്രെഡിറ്റ് ചെയ്യുന്ന ഇത് മാറിയതോ, അല്ലെങ്കിൽ എനിക്ക് പുതിയ ATM കാർഡ് കിട്ടിയതോ ഒന്നും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആ ചെയ്തത് ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് വേണമെന്നും പറഞ്ഞിട്ടില്ല, വേണ്ടെന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ അവരുടെ സൈഡിൽ നിന്ന് നമ്മളൊരു പഴയ കാലത്തെ ആൾക്കാരെ വെച്ച് സംബന്ധിച്ച് ചിന്തിക്കുവാണെങ്കിൽ അവള് ഭയങ്കര കില്ലാടി തന്നെ, കണ്ടില്ലേ അവള് അക്കൗണ്ടിൽ പൈസ വീണിട്ട് അല്ലെങ്കിൽ സാലറി കിട്ടിയിട്ട് പറഞ്ഞില്ല എന്നൊരു ഇതായിരിക്കും. പക്ഷെ ശരിക്കും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതാണ് കറക്റ്റ്. നമ്മൾ ഏൺ ചെയ്ത പൈസ നമ്മളാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ വീട്ടിൽ കൊടുക്കണം, ഓക്കെ ഫൈൻ. അല്ലാണ്ട് ഇത് കംപ്ലീറ്റ്ലി എടുത്ത് കൊടുക്കാന്ന് പറയുന്നത് നമുക്കിട്ട് തന്നെ പാര വെക്കുന്നൊരു പണിയാണ്. അപ്പൊ അന്ന് അങ്ങനെ ഞാൻ ചെയ്തോണ്ട്, അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ 24 25 വയസ്സെങ്ങാണ്ടാണ് ആ ടൈമിൽ ഈ കാർഡ് മാറുന്നത്. അപ്പൊ അന്നും എനിക്ക് ഈ ATM ഒന്നും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ ഞാനിപ്പോൾ ചോദിക്കുവാണ്, അച്ചാച്ചി എനിക്ക് പുതിയ ATM കാർഡ് കിട്ടി, എനിക്കിതൊന്നും എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ചാച്ചി അന്ന് ബിസിനസ്സാണ്, അപ്പം ചെറിയ എമൗണ്ട് ഒക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുച്ഛമാണ്. കാരണം നമ്മുടെ എമൗണ്ട് ഒന്നും അച്ചാച്ചി ഒന്നും ഏൺ ചെയ്യുന്ന എമൗണ്ടിന്റെ 7 അയലത്ത് എത്തുന്നില്ല. അതുകൊണ്ട് പുച്ഛം ഒരു സൈഡിലുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അച്ചാച്ചിയുടെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അച്ചാച്ചി പറഞ്ഞു തന്നിരിക്കത്തില്ല, അല്ലെങ്കിൽ അത് മേടിച്ച് കൈ വെച്ചിട്ടാ നമുക്ക് നോക്കാം എന്ന് വല്ലതും പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് അറിയാത്തത് കൊണ്ട് രണ്ടും കൽപ്പിച്ച് കാർഡിന്റെ മാനുവൽ എല്ലാം നോക്കി ഞാൻ തന്നെ പോയിട്ട് ഒരു ATM പോയിട്ട് കാർഡ് ഇട്ട് നോക്കി പൈസ എടുത്തു. അന്നേരമാണ് എനിക്ക് കോൺഫിഡൻസ് തോന്നുന്നത് നമുക്കിത് തന്നെ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായത്. അതിന്റെ ബാക്കിൽ തന്നെ ഞാൻ ആ ടൈമിൽ തന്നെ അച്ചാച്ചി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പരിപാടികളെന്നൊന്നും അറിയത്തില്ലേ പോലും നമ്മൾ അത് നോക്കിയിട്ട് മനസ്സിലായി, ഓക്കെ ക്രെഡിറ്റ് കാർഡും കൂടി ഇരിക്കട്ടെ. അപ്പം നമ്മുടെ പുതിയ HDFC-യിലായിട്ട് അക്കൗണ്ട് മാറിയപ്പം അവരുടെ തന്നെ ആൾക്കാർ വന്നിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ അതിനും ഓക്കെ പറഞ്ഞ്, ഞാൻ എന്തിന്റെ ആവശ്യത്തിനാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ അതിനും ഒപ്പിട്ട് കൊടുത്തു, ക്രെഡിറ്റ് കാർഡ് ഞാൻ കയ്യിലെടുത്തു. അപ്പൊ അതിനുശേഷമാണ് എൻ്റെ കല്യാണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ അന്നോട്ടാണ് ഞാനത് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഏൺ ചെയ്തത് കയ്യിൽ പെരുമാറണം എന്ന് തോന്നിയത് കൊണ്ട് അന്ന് ഞാനത് കയ്യിലെടുത്തു. അപ്പൊ വൺസ് നമ്മൾ പൈസ കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ഇതിന്റെ കൺട്രോൾ നമ്മൾ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിലും നമ്മളിത് എന്താണ് ഇത് മൊത്തം ഹസ്ബൻഡിന് നമ്മൾ ഏൺ ചെയ്യുന്ന മൊത്തം ഹസ്ബൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഇല്ലായിരുന്നത് കൊണ്ട് അങ്ങനൊരു ലെവലിലോട്ടൊന്നും പോയില്ല. നമ്മൾ ഈക്വലി അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് നമ്മൾ ചിലവാക്കാം, ഇന്ന കാര്യത്തിന് നീ ചിലവാക്കുക എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയത് കൊണ്ടും പിന്നെ ഞാൻ കല്യാണം കഴിച്ച മനുഷ്യനും അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നല്ല. എൻ്റെ ഭാര്യയുടെ ഇത് മൊത്തം എൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനകത്തെ എല്ലാ കണക്കിൻ്റെ പൊട്ടും പൊടിയും എനിക്കറിയണം എന്നൊരു ചിന്തയില്ലാത്ത ഒരാൾ തന്നെയാണ് എനിക്ക് വന്നതെന്നുള്ളതുകൊണ്ട് ഈ രണ്ട് സാഹചര്യങ്ങൾ ഒത്തു വന്നുകൊണ്ടാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും ഓക്കെ ഞാൻ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ശരിയല്ല ഇങ്ങോട്ട് തന്നെ എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നത് കൊണ്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കണക്ക് ചോദിക്കലോ ഒന്നുമില്ല. നീ നിന്റെ പൈസ നിനക്ക് ചിലവാക്കാം, നമ്മൾ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഇതിനിടുമോ എന്നൊരു ചോദ്യം, അത് മാത്രമേ ഉള്ളൂ.
അല്ലാതെ ഞാൻ എന്തിനൊക്കെ പൈസ ചെലവാക്കി, ഞാൻ ദൂർത്ത് ചെയ്ത് കളയുവാണോ, ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻസ് ഇല്ല. അതുപോലെ തിരിച്ചുമില്ല. അതൊരു പേഴ്സണൽ സ്പേസ് റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടും പിന്നെ അതായത് സാഹചര്യം, ഹസ്ബൻഡ് ആൻഡ് അച്ഛൻ എന്ന് പറയുന്ന അവരുടെ ആ ഒരു എൻ്റെ ഒരു സാഹചര്യം പ്ലസ് എനിക്കിത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യണം, ഇത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു അപ്രോച്ചും കൂടെ എടുത്തത് കൊണ്ടാണ് നമുക്കിത് പോസിബിൾ ആയത്. ഇപ്പോഴും എൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ, എനിക്കൊരു സാധനം മേടിക്കണോ, ഇതിനൊന്നും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആസ് ഒരു ലൈഫ് പാർട്ട്ണർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി റൺ ചെയ്യുമ്പോഴത്തേക്കും വേണ്ടുന്ന കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഒരു ബൗണ്ടറി രണ്ടിനും ഇടയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഇത് എൻ്റെ കാര്യം. പക്ഷെ ഇങ്ങനെ അല്ലാത്ത ഒത്തിരി ആൾക്കാരെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയം തൊട്ട് കാണുന്നവരുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിൽ നിന്നേ ഇപ്പം ഇതിനകത്ത് ഈ പുള്ളി ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല, അത് ഭർത്താവ് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഈ പുള്ളിക്കാരി ഏൺ ചെയ്യുന്ന ഒരാളാണ്. ഇയാള് കല്യാണം കഴിച്ചു എന്നോടെ ഒറ്റ കാരണം കൊണ്ടാണ് ഇതിന്റെ ഭാര്യയുടെ മേളിൽ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഈ ഫിനാൻസ് മാനേജ് ചെയ്തു തരാം, ഏട്ടായി ചെയ്തു തരാം എന്ന് പറഞ്ഞു വരുന്നത്. വാട്ട് ഇഫ് ഈ പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നില്ല, അച്ഛനും ഒക്കെ മരിച്ചു, പുള്ളിക്കാരി എങ്ങനെ ഡീൽ ചെയ്യും? അവർ ഡീൽ ചെയ്യത്തില്ലേ? അവർക്ക് ഡീൽ ചെയ്യാൻ അറിയത്തില്ലേ? അതോ അത്രയ്ക്ക് ഇതാണ് സ്വന്തമായിട്ട് ഒരു കാര്യത്തിന് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം സമ്പാദിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം ഫിനാൻസ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല എന്നൊരു ചിന്ത വരുന്നത് ഒരു കല്യാണം കഴിച്ചത് കൊണ്ടാണോ? ഇല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? അപ്പം അതുപോലെ തന്നെ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന മിക്ക ആൾക്കാരുടെയും കേസിൽ ഞാൻ നോക്കുമ്പം അവർക്ക് ഫാമിലിയിൽ ആ ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് കല്യാണം കഴിക്കുന്ന സമയത്ത്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് ജോലി ഉണ്ടേ പോലും ഇവരുടെ മൊത്തം ഫിനാൻസും അവരുടെ അപ്പനോ അല്ലെങ്കിൽ ചേട്ടനോ ഒക്കെ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ടൈം തൊട്ട് സംഭവം വേറെ ആളുടെ കയ്യിലായതുകൊണ്ട് കല്യാണം കഴിയുമ്പോൾ ഇത് ഈ ഫിനാൻസും കാര്യങ്ങളും പുള്ളിക്കാരിക്ക് ചെയ്യാൻ അറിയാതെ പുള്ളിക്കാരി അത് നേരെ ഹസ്ബൻഡ് എടുത്ത് കൊണ്ടു കൊടുക്കും. സോ ഇനിഷ്യലി നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ കുഴി തോണ്ടുന്നതെന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഇൻ ദ സെൻസ് ഒരു 90% ആൾക്കാരും സ്വന്തമായിട്ട് കുഴി തോണ്ടും. കാരണം അവർ ഇഗ്നോറൻ്റ് ആയിട്ടിരുന്നോളാം, കുഴപ്പമില്ല, എനിക്ക് അച്ഛനുണ്ട്, എനിക്ക് ചേട്ടനുണ്ട്, എൻ്റെ ഏട്ടായി ഉണ്ട് നോക്കാൻ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ കുഴി തോണ്ടുന്നത്. അത് ആ ഒരു ഇപ്പം നമ്മൾ ജോലി കിട്ടുന്ന സമയത്താവട്ടെ, നമ്മൾ പഠിത്തം കഴിഞ്ഞിറങ്ങുന്ന സമയത്താവട്ടെ, നമ്മളത് റിയലൈസ് ചെയ്യില്ല. മുന്നോട്ട് പോകും തോറുമാണ് ഓക്കെ ഇതൊരു ട്രാപ്പാണ്, ഇതൊരു ടൈപ്പ് ഓഫ് എന്താണ് ഫ്രീഡം ഇല്ലായ്മയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ, സ്വന്തമായിട്ട് ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് എത്ര രൂപ എങ്ങോട്ട് പോകണം, എത്ര രൂപ എനിക്ക് ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു ഇതിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അല്ല ജോലി ചെയ്യുന്നതിനെ അല്ല ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അല്ലെ ജോലി ഉണ്ടാവുക, വലിയ എമൗണ്ട് സമ്പാദിക്കുക എന്നുള്ളതല്ല. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് ഒരു ഫെയിലിയർ ആണ് നിങ്ങൾ. അപ്പം അത് റിയലൈസ് ചെയ്യാതെ ഇപ്പോഴും ആൾക്കാരുണ്ട്. പിന്നെ ഇത് മുതലെടുക്കാനായിട്ട് ഇതുപോലത്തെ ആൾക്കാർ, ഈ പറഞ്ഞ പോലത്തെ ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളത്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു വിഷമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലെ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകൾക്കൊരു വിചാരമുണ്ട്, നമുക്കിതൊന്നും അറിയത്തൊന്നുമില്ല, രാഷ്ട്രീയം നമുക്കിതൊന്നും അറിയത്തൊന്നുമില്ല, അല്ലെങ്കിൽ പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇതൊക്കെ ഞാൻ എന്തിനാ ഇതിനെപ്പറ്റി ഇത്ര ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഇപ്പം വീട്ടിൽ പിള്ളേരുടെ പഠിത്തത്തെ പറ്റിയിട്ടായിട്ടുള്ള അവരിനി വേറെ ഏത് കോഴ്സ് എടുക്കണം, അതിനെപ്പറ്റി ഒരു ഡിസ്കഷനിലോട്ട് ഇറങ്ങുമ്പോൾ പോലും ആ ജോലി സാധ്യത എന്തൊക്കെയാണ്, എന്തിലോട്ടൊക്കെ പോകണം എന്നതിനെ പറ്റി പോലും ഒരു അഭിപ്രായം പറയാത്ത ആൾക്കാരൊക്കെ സ്വയം കുഴി തോണ്ടുന്ന അവസ്ഥയിലോട്ടാണ്. കാരണം വേറൊരാൾ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആവണ്ട എന്നൊരു. പക്ഷെ നമ്മൾ സ്വയം ഒരു വ്യക്തിയാണ്, നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ വേണം, നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. വളരെ സിമ്പിളായിട്ട് ഇപ്പം അടുത്ത് ഇലക്ഷൻ വരികയാണ്. ഈ ഇലക്ഷന് എത്ര പേരുണ്ട് സ്വന്തമായിട്ട് തീരുമാനിക്കുന്നു, ഓക്കെ ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന ആൾക്ക് ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതിന് പകരം എത്ര പേരുണ്ട് അച്ഛൻ പറഞ്ഞു ഇന്ന ആൾക്ക് കുത്താൻ, ഞാൻ കുത്താൻ പോവാണ് പുള്ളിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇന്ന ആക്കേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ആൾക്കാണ് കൊടുക്കുന്നത്. അത് എന്തിനാണ്, ഏതിനാണ്? ഈ വോട്ടവകാശം എന്ന് പറയുന്നത് പോലും എത്രത്തോളം പവർഫുൾ ആണെന്ന് പോലും റിയലൈസ് ചെയ്യാത്ത ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരത് അത്ര ഒരു സീരിയസ്നെസ്സേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പവർ അത് തിരിച്ചറിയുക തന്നെ വേണം.
എനിക്കത് ഭയങ്കര സങ്കടമായിട്ട് തോന്നി. കാരണം ഇങ്ങനെയും എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഇത് റിയലൈസ് ചെയ്യുന്നില്ല. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല. ഭയങ്കര പവർഫുൾ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുത്ത്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വലിയ വലിയ ആൾക്കാരെയൊന്നും അല്ല ഞാൻ പറയുന്നത്, ഇന്ദിരാഗാന്ധി അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊന്നും അല്ല പറയുന്നത്. സാധാരണ സ്ത്രീകൾ, എൻ്റെ പരിചയത്തിൽ തന്നെ ഉള്ള എത്രയോ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കാണാം. പക്ഷെ താരതമ്യേന നോക്കുമ്പം അതിലെ പെർസെൻറ്റേജ് ഒരു 10% ഒക്കെ ഉള്ളൂ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി ഭൂരിഭാഗം ആൾക്കാരും സ്വന്തം അവകാശങ്ങളെ പറ്റി, സ്വന്തം പവറിനെ പറ്റിയിട്ടൊക്കെ അവെയർ അല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ അതിന് ഒന്ന് പൊടി തട്ടിയെടുത്ത്, അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കാത്ത ആൾക്കാരാണ്. അയ്യോ ഞാൻ ഇതിനകത്തൊന്നുമില്ല, അതൊക്കെ ആൾക്കാർ നോക്കിക്കോളും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിഷമം വരുന്നുണ്ട് താനും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടക്കാന്ന് വെക്കുക. അതിപ്പോൾ വീട്ടിലെ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്ന മീറ്റിംഗ് ആവട്ടെ, പള്ളിയിലോ വല്ലയിടത്തും ചെന്നിട്ട് എന്തെങ്കിലും പറയുന്ന കാര്യമാവട്ടെ, അല്ലെങ്കിൽ സ്കൂൾ PTA മീറ്റിങ്ങിനാവട്ടെ, സ്വന്തം അഭിപ്രായം എണീറ്റ് നിന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുവാണ് ഫസ്റ്റ്. അപ്പൊ ആ ധൈര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഇപ്പം സ്കൂൾ മീറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് എതിരായിട്ട് ഒരു അഭിപ്രായമാണെങ്കിൽ എന്തുകൊണ്ടാണ് അതെന്ന് പറയാനുള്ള ഒരു ഐഡിയ നമുക്കുണ്ടാവണം. അപ്പൊ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പല കാര്യങ്ങളിൽ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ ഒരു മീറ്റിങ്ങിലൊക്കെ പോയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ സീരിയലും സീരിയലും കാണുന്ന മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിക്കരുത്. ഇവിടെ വേറെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. പിന്നുള്ളത് ഫിനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം ജോലി ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ജോലി ഉള്ള ഒരാൾക്ക് വഴി കൂടെ പോകുമ്പോൾ ഒരു ബാഗ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. ജോലി ഇല്ലാത്തവരോ എന്ന് നിങ്ങൾ ചോദിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത അല്ലെങ്കിൽ വീട്ടമ്മ എന്നുള്ള ടാഗ് ലൈനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാതെ തന്നെ ഒരു എമൗണ്ട് ഓഫ് പോക്കറ്റ് മണി അതർ പാർട്ട്ണർ കൊടുക്കേണ്ടതാണ്. നോർമലി ഇവിടെ എത്രയിടത്ത് അങ്ങനെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതാണ് അതിൻ്റെതായ ഒരു രീതി എന്ന് പറയുന്നത്. ആ ഒരു പോക്കറ്റ് മണി വീട്ടു ചെലവിന് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലാണ്ട് ഒരു പോക്കറ്റ് മണി കൊടുക്കണം. ആ കൊടുക്കുന്നതിൽ എങ്ങനെ എവിടെ ചെലവാക്കുന്നു എന്നുള്ളത് പിന്നെ ആ പാർട്ട്ണർ ചോദിക്കാനേ പാടില്ല. കാരണം പുള്ളിയുടെ ഒരു ആ ഒരു സ്റ്റാറ്റസിനും അല്ലെങ്കിൽ അവരുടെ വർക്കിനും ഒക്കെ വേണ്ടിയിട്ട് മറ്റൊരാൾ ഒരു സാക്രിഫൈസ് ചെയ്യുവാണ്. വീട്ടിലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കാനും പിള്ളേരുടെ കാര്യങ്ങൾ നടക്കാനും വേണ്ടിയിട്ടാണ് വേറൊരാള് ജോലിയെല്ലാം വേണ്ട, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രിഫറൻസ് എല്ലാം മാറ്റിവെച്ച് ഒരു ഹോം മേക്കറായിട്ട് തുടരാനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷെ അങ്ങനെ ബോധ്യമുള്ള ഒരാൾ ഉറപ്പായിട്ടും ഒരു പോക്കറ്റ് മണി കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ പോക്കറ്റ് മണിയിൽ നിന്ന് എടുത്ത് ചെലവാക്കാൻ പിന്നൊരു അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ശരിക്കും അങ്ങനെയാണ് ആ ഒരു രീതി പോകേണ്ടത്. അപ്പോൾ ആ കിട്ടുന്നൊരു പോക്കറ്റ് മണി ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്ന ആവട്ടെ, അത് നമ്മൾ ചെലവാക്കുന്നത് വേറൊരാൾ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് എങ്ങനെ ചെലവാക്കണോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് എന്തൊക്കെ വഴികളുണ്ട്, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻസിനെ പറ്റി അറിയത്തില്ലെങ്കിൽ അത് പഠിക്കണം. ചോദിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതിൻ്റെ വർക്ക്ഷോപ്പിനോ കോഴ്സസിനോ പോയിട്ട് അത് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. ആ കഴിവിനെ ഒരു വരുമാന മാർഗം ആക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത്. പിന്നെ പല പല സാഹചര്യങ്ങളാണല്ലോ ആൾക്കാർക്ക്. ചിലപ്പം അങ്ങനെ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വീട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒന്നെങ്കിൽ ആരുടെയെങ്കിലും വയ്യായിക കൊണ്ടിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും നോക്കേണ്ട ആവശ്യം കൊണ്ടിട്ടോ, അല്ലെങ്കിൽ പൊതുവെ ഉള്ള സാഹചര്യം കൊണ്ടിട്ടോ നമുക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ശരിയല്ലാത്തത് കൊണ്ടോ ഒക്കെ നമുക്ക് ചിലപ്പം അതിനകത്ത് ബുദ്ധിമുട്ടുകൾ വരാം. കാരണം ഞാൻ ഇപ്പൊ ഈ പറയുന്നത് വെച്ചിട്ട് ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർക്കൊരു വിഷമം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെ സാഹചര്യം ഡിഫറെന്റ് ആണ്. ഈ ജോലി ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്നൊന്നും ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. ആരാണെങ്കിലും ഇപ്പൊ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഫിനാൻസ് മാനേജ് ചെയ്യാൻ, ഒരിടത്ത് എണീറ്റ് നിന്ന് 2 വാക്ക് പറയാൻ ഒക്കെയുള്ള സ്വന്തമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട അവകാശം അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ഒരു കടമയാണ്, നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാനിത് പൊതുവായിട്ടും
സ്ത്രീകളെ പറ്റി തന്നെയാണ് പറയുന്നത്. മറ്റവര് എന്ന് വെച്ചാൽ ഒരു സ്റ്റീരിയോ ടൈപ്പാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആണുങ്ങൾക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ആണുങ്ങൾ നോക്കും, ഇന്ന കാര്യങ്ങളെല്ലാം പെണ്ണുങ്ങൾ നോക്കും. വീട്ടുജോലിയും തുണിയലക്കും പിള്ളേരെ നോക്കലും മാത്രമാണ് പെണ്ണുങ്ങളുടെ ജോലി, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നീ ഇടപെടണ്ട എന്ന് പറയുന്നിടത്ത് ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം, അല്ലാതെ വേറെ ആരും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മളുടെ മക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഈ ഒരു സൊസൈറ്റി മാറി വരണം, അല്ലെങ്കിൽ പിന്നെയും ഇത് തന്നെയായിരിക്കും, ഈ സൈക്കിൾ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു സെൻസിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നമ്മളുടെ കുഴി തോണ്ടരുത്, പിന്നെ നമ്മൾ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പല കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായം ഉണ്ടായിരിക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഇപ്പോൾ വരുന്ന ഇലക്ഷന് പോലും നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത് ഡിഫറെൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കൊരു ബാഗ് വാങ്ങിക്കണം തോന്നി, ഓക്കെ, അഭിപ്രായം ചോദിക്കുന്നത് ഡിഫറെൻ്റ് ആണ്, പക്ഷെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ്. നമ്മൾ കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് ഭാര്യ ഒരിക്കലും ഭർത്താവിൻ്റെ അടിമയാവുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് അറിഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അറിഞ്ഞ് ആവശ്യമുള്ളതുപോലെ ചെലവാക്കാൻ ഞാൻ കൊടുത്തോളാം എന്ന് പറയേണ്ട ഒരു ഡയലോഗ് വരേണ്ട ആവശ്യമില്ല. അതൊരു ഡിഫറെൻറ്റ് കാര്യമാണ്. അപ്പം അത് മനസ്സിലാക്കാനുള്ളൊരു എന്താ പറയുന്നേ, അത് മനസ്സിലാക്കണം നമ്മൾ. ആ ഒരു സിറ്റുവേഷൻ മാറി വരണം. ഇപ്പോൾ ഉള്ള ഇതിൽ എല്ലാവരെയും അടച്ച് പറയുമൊന്നുമല്ല, ഇപ്പോൾ ഉള്ളതിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അങ്ങനെ മുന്നോട്ട് വരുന്നതും. ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവരും കല്യാണം പോലും കഴിക്കാതെ എന്തിനാണ് വെറുതെ വല്ലവരുടെയും ഒക്കെ കൺട്രോളിലാവുന്നത് എന്ന് കരുതി കല്യാണം കഴിക്കാത്ത ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചതുകൊണ്ട്, ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മുടെ ടോപ്പിലേക്ക് കയറിയിട്ട് നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് വരുന്നത്. കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ആരാണ് ഇതെല്ലാം ഒന്ന് മാനേജ് ചെയ്ത് തരുന്നത്? നമ്മൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യണ്ടേ? നമ്മൾ ഇൻ ദ സെൻസ് സ്ത്രീകൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യണ്ടേ? അപ്പോൾ പിന്നെ എവിടെയാണ് ആ ഒരു പോയിന്റ് വരുന്നത്? കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം ഈ ഫിനാൻസ് കാര്യങ്ങൾ ഡിസിഷൻസ് ഒക്കെ വേറെ ആളെയും കൂടെ ചോദിച്ചിട്ട് അവരുടെ അനുവാദം ചോദിച്ചിട്ട് എടുക്കണം എന്നുള്ളത്. ഒരു ഫാമിലി ആകുമ്പോഴത്തേക്കും അതിനകത്ത് കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതിന് ഡിസ്കസ് ചെയ്യണം. പക്ഷെ ബാക്കിയുള്ള എല്ലാം ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം എന്നൊക്കെ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു കല്ലുകടിയുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പെട്ടെന്ന് തോന്നി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് കാണാം.